വേദന നമ്മൾ എത്ര ആഴത്തിൽ മാറ്റാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു മോമെൻറ്റിൽ കഷ്ടപ്പാടും വേദനയും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ മീ? ഹൗ ലോങ്? വിൽ ദിസ് എവർ എൻഡ്? വേദന നമ്മളെ ഡിസ്ട്രസ്ഡ് ആക്കാറുണ്ടോ? റീസെൻ്റ്ലി എനിക്കുണ്ടായിരുന്ന ഫിസിക്കൽ ഇൽനെസ് ഇറ്റ് റിമൈൻഡഡ് മീ ദ ബുക്ക് വൺസ് ഐ റെഡ്. ആമസോൺ ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി. ഒരു സാധാരണ പെൺകുട്ടിയുടെ പക്ഷെ അതിതീവ്രമായ ദിവ്യകാരുണ്യ ഭക്തിയുടെ കഥ, ഒരു യഥാർത്ഥ ജീവിത കഥ. അജ്ന ജോർജ്, വെരി ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ്, എ ബ്യൂട്ടിഫുൾ സിംഗർ, highly vibrant leader in JY campus ministry. She was an English lecturer in Sacred Heart College, തേവര. ജീവിതത്തിൻ്റെയൊക്കെ സ്വപ്നങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ ആഗ്രഹിച്ച ജീവിതം, ആഗ്രഹിച്ച ജോലി, അവരുടെ ലൈഫിലേക്ക് നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു കള്ളൻ, സർക്കോമ, ജോബ് ഓൺ ക്യാൻസർ, ഇൻറ്റൻസീവായിട്ടുള്ള പെയിൻ, കോംപ്ലിക്കേറ്റഡ് സർജറീസ്, പെയിൻഫുൾ റീകൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പീസ്. ശരിക്കും അണിഞ്ഞൊരുങ്ങി നടക്കേണ്ട ഒരു പ്രായത്തിൽ മുഖത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ശരീരത്തിൻ്റെ പലയിടത്തിൽ നിന്ന് മാംസവും തൊലിയും ചീന്തിയെടുത്തതിനാൽ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കീറിപ്പറഞ്ഞ പോലെയുള്ള പരുക്കുകൾ, 4 മേജർ സർജറീസും കീമോയിൽ നിമിത്തം വാടിക്കരിഞ്ഞ ശരീരം, താടിയെല്ലാം അഴുകി പഴുത്ത് പൊട്ടിയൊഴുകുന്ന മുഖവുമായിട്ട് കുറേ നാൾ. അജ്നയെ കണ്ടിട്ടുള്ളവർക്കും അറിഞ്ഞിട്ടുള്ളവർക്കും ഒരിക്കലും ചിന്തിക്കാനും സഹിക്കാനും കഴിയാത്ത പോലുള്ള രൂപവും അതികഠിനമായ വേദനയും. ഒരിക്കലും രോഗത്തെ അവൾ നിരാശയോടെ കണ്ടിട്ടില്ല, മറിച്ച് 5 വർഷം നീണ്ടു നിന്ന ഒരു ബാറ്റിൽ. അവൾ നേരിട്ടത് മുഖത്തെ മായാത്ത പുഞ്ചിരിയോടും ഉറച്ച ദൈവവിശ്വാസത്തോടും കൂടിയാണ്. എല്ലാത്തിനോടും അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈശോയുടെ തിരുവിഷ്ടം നടക്കട്ടെ. അജ്നയെ എല്ലാവർക്കും കൂടുതൽ ഓർത്തെടുക്കുന്നത് ദിവ്യകാരുണ്യത്തോടുള്ള തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അവൾ കാണിച്ച തീക്ഷ്ണത. അസുഖത്തിൻ്റെയൊക്കെ മൂർദിനത്തിൽ ഈശോയെ നാവിൽ സ്വീകരിക്കാൻ പറ്റാതായപ്പോൾ വിശുദ്ധ കുർബാന വെള്ളത്തിൽ ചാലിച്ച് ഫീഡിംഗ് ട്യൂബിലൂടെ സ്വീകരിക്കുമായിരുന്നു. കോവിഡ് കാലത്ത് എല്ലാവരും ഓൺലൈൻ കുർബാനകളും അരൂപികളുടെ ദിവ്യകാരുണ്യ സ്വീകരണമെല്ലാം ഒരു സൗകര്യമായി അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് അജ്ന വികൃതമായ മുഖത്തോടെ നുറുങ്ങുന്ന വേദനയിലും ഈശോയെ സ്വീകരിക്കാൻ തീക്ഷ്ണതയോടെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതെല്ലാം ശരിക്കും ഒരു അതിശയോക്തിയോട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അജ്നയ്ക്ക് ഈശോയോടുള്ള സ്നേഹം നമുക്കൊന്നും നിർവചിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. സഹനത്തിൻ്റെ സമയത്ത് ദൈവത്തെ തള്ളിപ്പറയുന്ന നമുക്കൊക്കെ എന്നും ഒരു ചാലഞ്ചിങ് ആണ് അജ്നയുടെ ജീവിതകഥ. അതുപോലെ ഇന്നത്തെ യൗവനത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു അജ്നയ്ക്ക്. ക്രിസ്റ്റഫർ, അവരുടെ വിവാഹത്തിനായിട്ട് 2 പേര് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്താണ് അജ്നയ്ക്ക് രോഗബാധ ഉണ്ടാകുന്നത്. രോഗാവസ്ഥയിലും വിവാഹത്തിനായുള്ള അവരുടെ സ്പിരിച്വൽ പ്രിപ്പറേഷൻസ്, ഒരുമിച്ച് ചൊല്ലിയ കൊന്തകൾ, അവരുടെ സാക്രിഫൈസസ്. ശരിക്കും ശരീരത്തിൽ മാത്രം കൊരുത്തിയിടേണ്ടതല്ല യഥാർത്ഥ പ്രണയമെന്ന് അജ്നയുടെയും ക്രിസ്റ്റഫറിൻ്റെയും ജീവിതം ഓരോ യുവാക്കളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവളുടെ 28ാം വയസ്സിൽ അവൾ മരണത്തിന് കീഴടങ്ങി. നമ്മെ സംബന്ധിച്ചിടത്തോളം രോഗം അവളെ കീഴ്പ്പെടുത്തിയെങ്കിൽ വേദനയിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും അജ്നയുടെ ജീവിതം സഹനങ്ങളിൽ ഒരു പടി കൂടി ഈശോയെ സ്നേഹിക്കുവാനും സഹനങ്ങൾ ഈശോയുടെ കൂടെ സഹിക്കുവാനുമുള്ള പ്രചോദനമാണ് നൽകുന്നത്. Ajna testified to the world that true joy does not depend on physical health or external circumstances, but on being anchored in Christ. Amen.